നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു നോമ്പ് കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അരക്കപ്പോളം മട്ടപ്പച്ചരി എടുക്കാം. പിന്നെ ഒരു 1/4 കപ്പോളം പയറുപരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു കഷ്ണം തക്കോലം, സ്റ്റാർ അനീസ് എന്നൊക്കെ പറയല്ലേ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ ആശാളി കുതിർത്തതാണ്, അതിൻ്റെ ഒരു ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. പിന്നെ 1 ടീസ്പൂണോളം കല്ലുപ്പും, അരക്കപ്പോളം നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും, അരക്കപ്പ് ചെറിയ ഉള്ളിയും അരിഞ്ഞതും, ഒരു 1/4 കപ്പോളം ക്യാരറ്റും, പിന്നെ ഒരു 1/4 കപ്പിനകത്ത് മാത്രം ഗ്രീൻ പീസ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ 2 തൊണ്ടൻ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയിലയും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾ കുക്കറിലേക്ക് ഒരു 3 കപ്പോളം വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ളതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ട് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു 2-3 വിസിൽ പോകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം കുറച്ചൊരു അരമണിക്കൂറൊന്ന് അങ്ങനെ വെച്ചിരിക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു പ്രഷറൊക്കെ തന്നെ ഒന്ന് റിലീസ് ആയതിനു ശേഷം കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് അതിലുള്ള പട്ടയും ആ ഒരു തക്കോലൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയ ശേഷം കഞ്ഞി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ. ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 8-10ഓളം ചെറിയുള്ളിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. 2 തൊട്ട് 3 കപ്പ് വരെയൊക്കെ ആകാൻ വെള്ളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്ത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കഷ്ണം രമ്പയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ, കഞ്ഞി തിളപ്പിക്കാനായിട്ട് പാടില്ല. 8 തൊട്ട് 10 ഗ്ലാസ് വരെ കിട്ടും ഈ ഒരു അളവിന്.